അമ്പിളിക്കുട്ടാ നമ്മളെ കളഞ്ഞു പോയ ഫോർക്ക് കിട്ടി. എവിടെ ആയിരിക്കുന്നതാ ആവശ്യമില്ല പറയുന്നത്. പിന്നെ ഞാൻ മറ്റേ മീശയും താടിയൊക്കെ വരച്ചു വെച്ചേക്കുവാ. നിനക്ക് നാണം ഇല്ലടാ. പോത്ത് പോലെ വളർന്നില്ലേ? ഇനി മീശൻ താടി വളർന്നില്ലെങ്കിൽ വല്ല ഓയിലും വാങ്ങി തേക്കണം. എഞ്ചിനോയിൽ കൂടെ ഉള്ളു മേടിച്ച് തേക്കാൻ വരത്തില്ല മീശ. എനിക്ക് ചെവിക്കകത്ത് പഞ്ഞി വെച്ചിരിക്കുന്ന ഞാൻ വിളിക്കുന്ന ചീത്തയാക്കാതിരിക്കാനാണ്. അല്ലല്ല പിന്നെ ഇന്നലെ തിളച്ച വെള്ളം കാലിൽ വീണു. കാലിൽ തിളച്ച വെള്ളം വീണ ചെവിക്കകത്ത് എന്തിനാ പഞ്ഞി? എന്റെ കയ്യിൽ നിന്ന് തിളച്ച വെള്ളം എന്റെ ഭാര്യയുടെ കാലിലൊന്ന് വീണു. എനിക്കറിയാമായിരുന്നു മോലാളി എന്റെ അടുത്ത് ഇതൊക്കെ പറയൂ. കണ്ടാ ഊണ് റെഡി. അത് മോലാളിയുടെ സേഫ്റ്റിക്ക്. മുതലാളി നീതി പാലിക്കുക. അത് എന്റെ സേഫ്റ്റിക്ക്. ആ മാനേജറുള്ള ബാങ്കിൽ തന്നെ എനിക്കും അക്കൗണ്ട്. മനസ്സിലായ? അങ്ങനെ ഇവിടെ ഒന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ചൈനീസ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ജർമ്മൻ എല്ലാ ഫുഡും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വായിലും നാക്കിലും ഞാൻ വെള്ളം വരെ വരുത്തിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്നും ഇവിടെ ഇല്ലെന്ന്. അങ്ങനെ ചെയ്യാൻ പോകും. ATMന്റെ അകത്ത് കയറുമ്പോ ഇങ്ങനെയാ, നമ്മൾ കാർഡ് ഇടും, നമുക്ക് ഏത് അക്കൗണ്ടാന്ന് ചോദിക്കും, നമ്മളെ പാസ്വേഡ് ചോദിക്കും, എത്ര രൂപ ആണെന്ന് ചോദിക്കും, എല്ലാം കുത്തി കാത്തിക്കും, പറയും ഈ ATMൽ പൈസ ഇല്ല, വേറെ ATMലോട്ട്. എന്താണ് ഇവിടെ കച്ചവടത്തിന് ആൾക്കാർ കേറാത്ത? എന്താണ് മോശമാണ് ഇവിടെ? ആകെ ഒരു വൃത്തം മാത്രമാണ് വന്നിരിക്കുന്നത്. ഞാൻ പിടിച്ചോണ്ടെന്ന വൃദ്ധനാണ്. അയാൾ ബാർബർ ഷാപ്പിൽ ഇരുന്നാണ്. മുതലാളിയെ കൗണ്ടർ കേട്ടിട്ടില്ലേ പണ്ടത്തെ ഹോട്ടൽ എന്ന് കരുതി ഒരാൾ ബാർബർ ഷാപ്പിൽ കയറി. അയാൾ വയസ്സായിട്ട് ആ ബാർബർ ഷാപ്പിൽ ഇപ്പോഴും കയറി ഇറങ്ങും. ഹോട്ടലിൽ നിന്ന് കയറി ഞാൻ പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അയാൾ മുടിവെട്ടാനാ